Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുതിർന്ന CPM നേതാവും തൃക്കരിപ്പൂർ മണ്ഡലം മുൻ MLAയുമായിരുന്ന കെ കുഞ്ഞിരാമന് നാടിന്റെ അന്ത്യാഞ്ജലി. നൂറുകണക്കിന് ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നടന്ന പൊതുദർശനത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. CPIMന്റെ ഉത്തര മലബാറിലെ പ്രമുഖ നേതാവായിരുന്നു കെ കുഞ്ഞിരാമനെന്ന് സ്പീക്കർ AN ഷംസീർ. താവം പള്ളിക്കരയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ അജ്ഞാതർ തീവച്ച് നശിപ്പിച്ചു. പള്ളിക്കരയിലെ ജാസിർ MTPയുടെ ഓട്ടോറിക്ഷയാണ് സാമൂഹ്യവിരുദ്ധർ അഗ്നിക്കിരയാക്കിയത്. തൊഴിലും തൊഴിലിടങ്ങളും സംരക്ഷിക്കുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചട്ടങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക, പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ടെക്നീഷ്യന്മാരും പാരാമെഡിക്കൽ സ്ഥാപന ഉടമകളും കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സമരം സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് പരിയാരത്ത് ഹൌസ് സർജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 10 ദിവസത്തിലധികം പിന്നിട്ടു. DMOയുമായി ഇന്ന് ചർച്ച നടത്തിയെങ്കിലും അനുകൂല നിലപാട് ഇല്ലാത്തതിനാൽ സമരം തുടരാനുള്ള തീരുമാനവുമായി ഹൌസ് സർജൻ അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. മുതിർന്ന CPM നേതാവും തൃക്കരിപ്പൂർ മണ്ഡലം മുൻ MLAയുമായിരുന്ന കെ കുഞ്ഞിരാമന് നാടിന്റെ അന്ത്യാഞ്ജലി. വിവിധ സ്ഥലങ്ങളിലായി നടന്ന പൊതുദർശനത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. മുതിർന്ന CPM നേതാവും തൃക്കരിപ്പൂർ മണ്ഡലം മുൻ MLAയുമായിരുന്ന കെ കുഞ്ഞിരാമന് നാടിന്റെ അന്ത്യാഞ്ജലി. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കെ കുഞ്ഞിരാമന്റെ അന്ത്യം. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു ഇദ്ദേഹം. നിലവിൽ CPM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്. 1994 മുതൽ 2004 വരെ ജില്ലാ സെക്രട്ടറിയായിരുന്നു. 2006 മുതൽ 2016 വരെ തൃക്കരിപ്പൂർ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. 1979 മുതൽ 84 വരെ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു. 1943 നവംബർ 10 തുരുത്തിയിൽ ജനിച്ച കുഞ്ഞിരാമൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുപ്രവർത്തനത്തിൽ സജീവമായത്. SFIയുടെ മുൻ രൂപമായിരുന്ന KSFന്റെയും DYFIക്ക് മുൻപുണ്ടായിരുന്ന KSYFന്റെയും സംസ്ഥാന നേതൃനിരയിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പിന്നീട് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി. കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടതിനു ശേഷം P. കരുണാകരൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയതിനെ തുടർന്നാണ് കെ കുഞ്ഞിരാമൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാവിലെ 10 മണിയോടെ കാലിക്കടവിലും 11 മണിക്ക് ജന്മസ്ഥലമായ കാരിയിലും 12 മണിയോടെ ചെറുവത്തൂരിലെ CPM ഓഫീസിലും പൊതുദർശനത്തിനു ശേഷം മൃതദേഹം മട്ടലായിലെ സ്വന്തം വസതിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിച്ചത്. സ്പീക്കർ AN ഷംസീർ, M. വിജിൻ MLA, CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ മാസ്റ്റർ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തുടങ്ങിയവർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിലായി അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
മുതിർന്ന CPM നേതാവും തൃക്കരിപ്പൂർ മണ്ഡലം മുൻ MLAയുമായിരുന്ന കെ കുഞ്ഞിരാമനെ സ്പീക്കർ AN ഷംസീർ അനുസ്മരിച്ചു. CPIMന്റെ ഉത്തര മലബാറിലെ പ്രമുഖ നേതാവായിരുന്നു കെ കുഞ്ഞിരാമനെന്ന് AN ഷംസീർ പറഞ്ഞു. CPIMന്റെ ഉത്തര മലബാറിലെ ഏറ്റവും പ്രമുഖ നേതാവാണ് കെ കുഞ്ഞിരാമൻ. കുഞ്ഞിരാമേട്ടന്റെ നിര്യാണത്തിന് അനുശോചിക്കുന്നു. കുഞ്ഞിരാമേട്ടൻ നല്ല നിയമസഭാ സാമാജികനുമായിരുന്നു. 2 തവണ തൃക്കരിപ്പൂരിനെ പ്രതികരിച്ചുകൊണ്ട് നിയമസഭാ സാമാജികനും അധികം പ്രവർത്തിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂരിന്റെ സമഗ്ര വികസനത്തിനും നിയമസഭക്കകത്തും നല്ല സാമാജിക നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന CPIM പ്രവർത്തകരും കുടുംബാംഗങ്ങളും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അനുശോചനം ഞാൻ അറിയിക്കുക. താവം പള്ളിക്കരയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ അജ്ഞാതർ തീവച്ച് നശിപ്പിച്ചു. പള്ളിക്കരയിലെ ജാസിർ MTPയുടെ ഓട്ടോറിക്ഷയാണ് സാമൂഹ്യവിരുദ്ധർ അഗ്നിക്കിരയാക്കിയത്. പള്ളിക്കര മദ്രസയ്ക്ക് സമീപത്തെ ജാസിർ MTPയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയാണ് അജ്ഞാതർ അഗ്നിക്കിരയാക്കിയത്. ഇന്ന് പുലർച്ചെയോടെ ഓട്ടോറിക്ഷ കത്തുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന ടാർപോളിൻ ഷീറ്റും കത്തിനശിച്ചിട്ടുണ്ട്. വീടിന്റെ മുൻഭാഗത്തേക്കും തീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് പൂർണ്ണമായും കരിപിടിച്ച അവസ്ഥയിലാണ്. പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവത്തെക്കുറിച്ച് കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ടെക്നീഷ്യന്മാരും പാരാമെഡിക്കൽ സ്ഥാപന ഉടമകളും കലക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം നടത്തി. സമരം സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തൊഴിലും തൊഴിലിടങ്ങളും സംരക്ഷിക്കുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചട്ടങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക, പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ടെക്നീഷ്യന്മാരും പാരാമെഡിക്കൽ സ്ഥാപന ഉടമകളും കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സമരം സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയുടെ വികസനം അത് നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ പരിശ്രമത്തിന്റെ, ത്യാഗത്തിന്റെ, പ്രതിബദ്ധതയുടെ ഫലമാണ് നാം നേടിയെടുത്ത ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ. ആ നേട്ടങ്ങളെ, അതിനുവേണ്ടി പരിശ്രമിച്ചവരെയൊക്കെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനം കേരള പ്രൈവറ്റ് ലാബ് ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ P. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ലാബ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രജീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് E. സുർജിത്ത്, INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം, AITUC ജില്ലാ പ്രസിഡന്റ് M. ഗംഗാധരൻ, TJ ജോസഫ്, KV ശ്രീനിവാസൻ, K. സുരേന്ദ്രൻ, V. ഉമേഷ് കുമാർ, EP രവീന്ദ്രൻ, PP സത്യജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് പരിയാരത്ത് ഹൗസ് സർജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 10 ദിവസത്തിലധികം പിന്നിട്ടു. DMOയുമായി ഇന്ന് ചർച്ച നടത്തിയെങ്കിലും അനുകൂല നിലപാട് ഇല്ലാത്തതിനാൽ സമരം തുടരാനാണ് തീരുമാനമെന്ന് ഹൗസ് സർജൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഫീസ് അടയ്ക്കാത്തതിനാൽ സ്റ്റൈപ്പൻഡ് നൽകാനാവില്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നുമുള്ള നിലപാടിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഉറച്ചുനിൽക്കുകയാണ്. 2018 ബാച്ച് ഹൗസ് സർജന്മാർക്ക് 5 മാസത്തോളമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തുന്ന അനിശ്ചിതകാല സമരം 10 ദിവസം പിന്നിട്ടു. നിരവധി തവണ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TK പ്രേമലതയുമായും DMOയുടെയും സാന്നിധ്യത്തിൽ ഹൗസ് സർജൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ചർച്ച നടത്തിയെങ്കിലും സമരം തീർന്നിരുന്നില്ല. ഇന്ന് വീണ്ടും DMOയുമായി ഹൗസ് സർജൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലും അനുകൂല നിലപാടില്ലാത്തതിനാൽ സമരവുമായി ശക്തമായി മുന്നോട്ടു പോകാനാണ് ഹൗസ് സർജൻസ് അസോസിയേഷന്റെ തീരുമാനം. അതേസമയം സമരത്തിന് പിന്തുണ അറിയിച്ച് PG അസോസിയേഷൻ, ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ, NGO അസോസിയേഷൻ എന്നീ സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. സമരം തുടരുന്നതിനാൽ ആശുപത്രി പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ കണ്ടോത്ത് പരാതിക്കാർ സ്ഥാപനം താഴിട്ടുപൂട്ടി. വാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് KVR ബജാജ് ഷോറൂം പരാതിക്കാർ താഴിട്ടുപൂട്ടിയത്.
വാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പയ്യന്നൂർ കണ്ടോത്തെ KVR ബജാജ് ഷോറൂം പരാതിക്കാർ താഴിട്ട് പൂട്ടാൻ കാരണമായത്. ഡീസൽ ഓട്ടോറിക്ഷയ്ക്ക് പകരം CNG റിക്ഷ നൽകാമെന്ന് പറഞ്ഞ് 2 മാസം മുൻപാണ് പരാതിക്കാരനായ പ്രശാന്ത് കുമാർ വാഹനം ഷോറൂമിലെത്തിച്ചത്. ഇവിടെ കൊണ്ടുകൊടുത്തിട്ട് അതിന്റെ RC ബുക്കും എടുത്ത മാനേജറും സുഹൃത്ത് ഉണ്ടായതാണ്. അപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് അത് മാറ്റിത്തരാം, എക്സ്ചേഞ്ച് ചെയ്ത് തരാം, വേറെ വണ്ടി അവിടെ ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി കാണിച്ചിട്ട് 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് വണ്ടി തരാം എന്നിട്ട് ഒരു അഗ്രിമെന്റ് ആക്കാണ്ട് ഞാൻ അത് കൊടുത്തതാണ്. എന്നിട്ട് അതെടുത്തിട്ട് ഇവൻ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവൻ പറഞ്ഞത് പ്രസാദ് അത് 2 ദിവസം കൂടി കഴിയും, അതാണ് നിൽക്കുന്നത്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഇവർ അതിനൊരു കമ്പനിയോട് പറയുമ്പോൾ പറഞ്ഞ് ഇവർ കമ്പനി മാനേജർ ഇപ്പം മാറ്റിയിട്ടാകുമ്പോൾ ഇപ്പം പറയുന്നത് ഓന മാനേജറാ തരേണ്ടത്, നമ്മല്ലാ തരേണ്ടത്. KVRന്റെ ഉത്തരവാദിത്തത്തിന് കൊടുത്താന്നത്, അത് പിന്നെ മാനേജറാ തരേണ്ട KVRൽ നമുക്ക് തരേണ്ടത്. നമ്മൾ 2 മാസം ഈ പണിയില്ലാണ്ട് എടുക്കുന്നത്, ഞങ്ങൾ തൂങ്ങിച്ചാണ്ട് വക്കിലാണ്. ഇതെല്ലാം നടക്കുന്ന കാര്യമാണ്. നമ്മൾ വണ്ടി റിക്ഷ ഓടിച്ചിട്ടാണ് നമ്മളെ ജീവിക്കുന്നത്. ഓട്ടോറിക്ഷ മാത്രമേ കൊടുത്തിട്ടുള്ളൂ? ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ. അതിന് എത്ര വിലയുണ്ട്? അതിന് 1.30 വില കണ്ടിട്ടാണ് ഇപ്പോൾ അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ 1 മാസം മുമ്പേ ഞാൻ പരാതി കൊടുത്തു. അത് 1 മാസം 1.5 മാസം മുമ്പേ. അവിടുന്ന് PRO വിളിച്ചിട്ട് ഒരു ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് PRO വിളിച്ച് ഇവരോട് പറഞ്ഞല്ലാണ്ട് അപ്പം ഇവർ പറഞ്ഞ് നാളെ ശരിയാക്കാറുണ്ട്. ആ നാളെ ശരിയാക്കിയിട്ട് ഇപ്പോൾ 2 മാസമായി. പോലീസ് സ്റ്റേഷനിൽ ഒരു മറുപടി ഉണ്ടായിട്ടാണ് നമുക്കിത്. ഒന്ന് വിളിക്കുകയോ എന്താ പ്രശ്നം അന്വേഷിക്കുകയോ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട്. പരാതിയിൽ നടപടിയൊന്നുമാകാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരൻ ജീവനക്കാരെ പുറത്താക്കി ഓഫീസ് താഴിട്ട് പൂട്ടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയകാല കോൺഗ്രസ് നേതാവും പ്രമുഖ പൂരക്കളി കലാകാരനുമായിരുന്ന കുതിരുമ്മൽ നാരായണൻ അനുസ്മരണം നടത്തി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മമ്പലത്ത് നടന്ന അനുസ്മരണ യോഗം KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഴയകാല കോൺഗ്രസ് നേതാവും പ്രമുഖ പൂരക്കളി കലാകാരനുമായിരുന്ന കുതിരുമ്മൽ നാരായണൻ അനുസ്മരണം നടന്നു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മമ്പലത്തു നടന്ന അനുസ്മരണ യോഗം KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പയ്യന്നൂരിലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന, കണ്ണൂരിലും പയ്യന്നൂരിലും അറിയപ്പെടുന്ന, അത് സാന്ദർഭികമായി ഞാനിവിടെ പറയുകയാണ്, VN നിരുപരത്തിന്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചില ആലോചനാ യോഗത്തിൽ ഒരു നിർദ്ദേശം വന്നപ്പോൾ നമുക്ക് പറ്റാവുന്ന പൂർവികന്മാരെ എല്ലാം തന്നെ അതാത് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും നിയന്ത്രണത്തിലും അത് ആചരിക്കുവാനും. മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. AP നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. തുടർന്ന് കാനം മമ്പലം പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ബ്ലോക്ക് പ്രസിഡന്റ് K ജയരാജ് ആദരിച്ചു. P ലളിത ടീച്ചർ, അത്തായി പത്മിനി, C പൂമണി, KT ഹരീഷ്, CK ദിനേശൻ, ME ദാമോദരൻ നമ്പൂതിരി, C അനിൽകുമാർ, പറമ്പത്ത് രവി, CV രാജഗോപാലൻ, DK ഭരത്, അർജുൻ കോറോം, TV ബാലകൃഷ്ണൻ, ജനാർദ്ദനൻ കുറുവാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കർഷകർക്കുള്ള പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് നടത്തിയ പരിശീലന പരിപാടി M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ചില കർഷകർ അങ്ങനെ ചെയ്തിട്ടില്ല എന്നത് അവർക്ക് കുറച്ച് റിസൾട്ട് പോയി. അത് നമ്മൾ ആദ്യം മുതൽ തന്നെ വളർത്തേണ്ട കാര്യമാണ്. അതോടെ ഈ കൃഷി പദ്ധതിയിലേക്ക് ആദ്യം വന്ന കർഷകർക്ക് അറിയാം, അവരോട് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ പ്രശ്നം ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ അധ്യക്ഷത വഹിച്ചു. N പ്രദീപ് പദ്ധതി വിശദീകരിച്ചു. മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സെക്രട്ടറി KP പ്രശാന്ത് ക്ലാസ് എടുത്തു. കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ B സുഷ, ഏഴോം കൃഷി ഓഫീസർ നിഷ ജോസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേബിൾ TV ഉടമ സ്വാമിമുക്കിലെ പെരികമന കേശവൻ നമ്പൂതിരിയുടെ വീട്ടുമുറ്റത്ത് സൂക്ഷിച്ച ഇലക്ട്രോണിക്സ് സാധനങ്ങൾ നാടോടി സ്ത്രീ മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും ലഭിച്ചു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി.
ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സീനിയർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 15 മുതൽ 31 വരെ നടക്കും. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക 18ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 2023 ഡിസംബർ 15 മുതൽ 31 വരെ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഫ്ലഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഡിസംബർ 15 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് പയ്യന്നൂർ MLA ടി.ഐ. മധുസൂദനൻ നിർവഹിക്കും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സുരേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഹിറ്റാച്ചി FC തൃക്കരിപ്പൂർ, ടൗൺ ടീം പയ്യന്നൂർ, SPU പെരുമ്പ, FC ബ്രദേഴ്സ് ഒളവറ, വുഡ് മാൾഗ്രേറ്റ് കൗവായി, യൂണിറ്റി കൈതക്കാട്, പ്ലേബോയ്സ് പെരളശ്ശേരി, യുവശക്തി എടാട്ട്, PFA പയ്യന്നൂർ, റെഡ് സ്റ്റാർ ഇളമ്പച്ചി, ഷബാബ് പയ്യന്നൂർ, FC പുഞ്ചക്കാട് തുടങ്ങി 18 ടീമുകളാണ് 16 ദിവസങ്ങളിലായി മത്സരിക്കുന്നത്. വിജയികൾക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് സംഘാടക സമിതി ഒരുക്കുന്ന റോളിംഗ് ട്രോഫിയും സ്ഥിരം ട്രോഫിയും ക്യാഷ് അവാർഡും നൽകുന്നതോടൊപ്പം റണ്ണേഴ്സിന് PS മണി റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും. ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ T. വിശ്വനാഥൻ, ജനറൽ കൺവീനർ B. ബബിൻ, T. രവീന്ദ്രൻ, M. മുഹമ്മദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. NCCയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കന്യാകുമാരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെട്ട നാഷണൽ സൈക്ലത്തോണിന് 32 കേരള ബറ്റാലിയൻ പയ്യന്നൂർ കോളേജിൽ സ്വീകരണം നൽകി. അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് ഫ്ളാഗ് ഇൻ ചെയ്ത് സ്വീകരിച്ചു. NCCയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കന്യാകുമാരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെട്ട നാഷണൽ സൈക്ലത്തോണിന് 32 കേരള ബറ്റാലിയൻ പയ്യന്നൂർ കോളേജിൽ സ്വീകരണം നൽകി. ബ്രിഗേഡിയർ NS ചരാഗ് നയിക്കുന്ന 13 NCC കേഡറ്റുകൾ നടത്തുന്ന സൈക്കിൾ റാലി 2024 ജനുവരി 28 ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കും. 32 ദിവസം കൊണ്ട് 3232 കിലോമീറ്ററോളം സൈക്കിളിൽ സഞ്ചരിക്കുന്ന സ്ത്രീശക്തിയുടെ പ്രഖ്യാപനമാണ് ഈ സൈക്കിൾ തോൺ. കേണൽ VM സിംഗ്, SM ഭരത് പാട്ടീൽ എന്നിവർ അനുഗമിച്ചു. പയ്യന്നൂർ കോളേജിൽ അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് ഫ്ളാഗ് ഇൻ ചെയ്ത് സ്വീകരിച്ചു. So thank you so much once again. Also during my school days I was part of the uniform band service, and NCC as a service, we all know that it is highly reputed and highly respected across the world, not only in India, and that is because of the tradition that it has carried over the years. And that we have seen that no matter what the field is, be it the cultural, be it on the field, everywhere they will rise up to the occasion, and not only rising up but being the best in whatever they do. Also, this rally, I think we are trying to promote two major themes, primary being the women empowerment. And as sir said that women are already empowered, and that I think is a beautiful message. And sir, let me tell you this, you have traveled across Kerala. ബ്രിഗേഡിയർ NS ചരാഗ്, കേണൽ C. സജീന്ദ്രൻ, ഡോക്ടർ VM സന്തോഷ്, ക്യാപ്റ്റൻ ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത്, ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്, കേഡറ്റുമാരായ ഐശ്വര്യ, നേഹ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. CPIM നേതാവായിരുന്ന K. രാജൻ അനുസ്മരണ ദിനം കാങ്കോലിൽ നടന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. K. രാജൻ അനുസ്മരണ ദിനം ആചരിച്ചു. കാങ്കോൾ ടൗണിൽ പ്രകടനവും അനുസ്മരണ സമ്മേളനവും നടന്നു. ലോകത്തിനു മാതൃകയായി MV ജയരാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാലസ്തീനെതിരും ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ തുടക്കക്കാരൻ കോൺഗ്രസ് തന്നെയാണ്. ഈ BJPക്ക് പലതും കാണിച്ചു കൊടുക്കുന്ന കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസ്, ഇന്ന് രാവിലെ കോൺഗ്രസ് ആണ്, വൈകുന്നേരം BJP ആണ്. നമ്മുടെ കേരളത്തിലെ KPCC പ്രസിഡന്റിനെ പോലെയാണ്. മൂപ്പർ അപ്പുറത്ത് പോകാനുള്ള ടിക്കറ്റ് കൊടുത്തിട്ട് നിൽക്കുകയാണ് ഇപ്പുറത്ത്. അതാണ് കുമ്പക്കുടിയിൽ തറവാട്ടുകാരൻ്റെ ഒരു പ്രത്യേകത.
സി കൃഷ്ണൻ, വി നാരായണൻ, പി സിദിൻ, കെ.ഡി. അഗസ്റ്റിൻ, കെ.പി. കണ്ണൻ, എൻ ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. യുവശക്തി കാറമേൽ സംഘടിപ്പിക്കുന്ന ഉത്തരമേഖല യുവശക്തി വോളി ഡിസംബർ 17, 18, 19 തീയതികളിലായി കാറമേൽ മുച്ചിലോട്ട് പരിസരത്തെ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ടൂർണമെന്റ് നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുവശക്തി കാറമേൽ സംഘടിപ്പിക്കുന്ന ഉത്തരമേഖല യുവശക്തി വോളി 2023 ഡിസംബർ 17, 18, 19 തീയതികളിലായി കാറമേൽ മുച്ചിലോട്ട് പരിസരത്തെ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഡിസംബർ 17 വൈകിട്ട് 7 മണിക്ക് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ മുൻ ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിജയികൾക്കുള്ള സമ്മാനദാനം സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ അംഗം വി.കെ. സനോജ് നിർവഹിക്കും. ടൂർണമെന്റിന്റെ പ്രചരണാർത്ഥം ഡിസംബർ 15 വൈകിട്ട് 4 മണിക്ക് കാറമേൽ റംല റൈസ് മില്ലിന് സമീപത്തു നിന്നും വിളംബര ഘോഷയാത്ര നടക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രമുഖ ടീമുകളായ റിവർ സ്റ്റാർ പറവൂർ, യുവധാര പട്ടാനൂർ, വോളി ഫ്രണ്ട്സ് കണ്ടോത്ത്, ഭഗത് സിംഗ് അന്നൂർ, റെഡ് സ്റ്റാർ ആലക്കാട്, ടാസ്ക് മക്രേരി തുടങ്ങിയ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഡിസംബർ 19 8:30 ഫൈനൽ മത്സരം നടക്കും. മുന്നോടിയായി വൈകുന്നേരം 7 മണിക്ക് പയ്യന്നൂർ കോളേജ്, കണ്ണൂർ കൃഷ്ണമേനോൻ വനിതാ കോളേജ് എന്നീ ടീമുകൾ പങ്കെടുക്കുന്ന വനിതാ സൗഹൃദ വോളി മത്സരവും നടക്കും. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പി.വി. മനോജ്, എ. മിഥുൻ, ടി.വി. സനൂപ്, കെ. പ്രസാദ്, ഇ. അനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിപ്പാൽ നാഗം ആയില്യം ഉത്സവം ഡിസംബർ 30, 31, ജനുവരി 1 എന്നീ തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതിർന്ന CPM നേതാവും തൃക്കരിപ്പൂർ മണ്ഡലം മുൻ MLA-യുമായിരുന്ന കെ. കുഞ്ഞിരാമന് നാടിന്റെ അന്ത്യാഞ്ജലി. നൂറുകണക്കിന് ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നടന്ന പൊതുദർശനത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. CPIM-ന്റെ ഉത്തര മലബാറിലെ പ്രമുഖ നേതാവായിരുന്നു കെ. കുഞ്ഞിരാമനെന്ന് സ്പീക്കർ A.N. ഷംസീർ. താവം പള്ളിക്കരയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ അജ്ഞാതർ തീവച്ച് നശിപ്പിച്ചു. പള്ളിക്കരയിലെ ജാസിർ MTP-യുടെ ഓട്ടോറിക്ഷയാണ് സാമൂഹ്യവിരുദ്ധർ അഗ്നിക്കിരയാക്കിയത്. തൊഴിലും തൊഴിലിടങ്ങളും സംരക്ഷിക്കുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചട്ടങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക, പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ടെക്നീഷ്യന്മാരും പാരാമെഡിക്കൽ സ്ഥാപന ഉടമകളും കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സമരം സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് പരിയാരത്ത് ഹൌസ് സർജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 10 ദിവസത്തിലധികം പിന്നിട്ടു. DMO-യുമായി ഇന്ന് ചർച്ച നടത്തിയെങ്കിലും അനുകൂല നിലപാട് ഇല്ലാത്തതിനാൽ സമരം തുടരാനുള്ള തീരുമാനവുമായി ഹൌസ് സർജൻ അസോസിയേഷൻ. നെറ്റ്വർക്ക് ചാനൽ വാർത്തകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭ്യമാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണുന്നതുവരെ നമസ്കാരം.